അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ മറ്റു സ്ഥലത്തൊക്കെ CPM പോലെയല്ല. കേരളത്തിലെ പിന്നെ CPM എന്ന് വെച്ചാൽ ഈ കുറെയൊക്കെ പാർട്ടി തത്വം പഠിച്ചിട്ടാണ് ആളുകൾ ഒരു ഒരു മിനിമം ഒരു മോറൽ കോഡ് പഠിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ CPM ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മറ്റു സ്ഥലങ്ങളെ പോലെ ഒരു എളുപ്പം അങ്ങോട്ട് ഇടിച്ചു കയറാനൊന്നും പറ്റില്ല. ആ ഒരു മോറൽ കോഡിനെ ആ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ടിനെ കൂടി അഡ്രസ് ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അത് അത്ര എളുപ്പമല്ല ഞാൻ പറയുന്നത്, അത്ര എളുപ്പമല്ല. മറ്റു സ്ഥലങ്ങളിൽ അത്ര എളുപ്പമല്ല, ഇമ്പോസിബിൾ ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് പോസിബിൾ ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ആൻഡ് പിണറായി വിജയന് ശേഷം എങ്ങനെ സംഭവിക്കും നമുക്കറിയാം. പിണറായി വിജയന് ശേഷം കുറച്ചുകൂടി എന്താണ് തത്വാധിഷ്ഠിത കാര്യങ്ങൾ കുറച്ചുകൂടി കർക്കശമായ നിലപാടെടുക്കുന്ന ഒരു ലീഡർഷിപ്പാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ചിത്രം മാറും. കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ ആളുകൾ ഹാപ്പിയാവും, ഇപ്പോഴത്തെ പോക്കിൽ അവർക്ക് വിയോജിപ്പുണ്ടാകും. ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരു പ്രോ ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താ പറയുക പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനോട് പഴയ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം റിയാസിനിപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് റിയാസിനെ അറിയാവുന്നതാണ്. റിയാസാണ് ലീഡർഷിപ്പിൽ വരുന്നതെങ്കിൽ റിയാസ് എനിക്കൊന്ന് കുറച്ചുകൂടി തത്വാധിഷ്ഠിത നിലപാടിലേക്ക് റിയാസ് പോകാൻ സാധ്യത. റിയാസ് അതിനുള്ള കൽപ്പുള്ള ആളാണ്, തൻ്റെ ഉള്ള ആളാണ്, തിയററ്റിക്കൽ നോളജ് ഉള്ള ആളാണ്, ഓൾഡ് ജനറേഷൻ കമ്മ്യൂണിസ്റ്റ് കേളപ്പേട്ടൻ്റെ അയിന്നൊക്കെ കമ്മ്യൂണിസം പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട കേരളത്തിലെ ആശയക്കാരനാണ് റിയാസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല റിയാസ്. റിയാസ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു റിയാസൊക്കെയാണ് ഒരുപക്ഷെ ലീഡർഷിപ്പിലേക്ക് വരുന്നതെങ്കിൽ ചിലപ്പോൾ പാർട്ടി കുറച്ചുകൂടി തത്വാധിഷ്ഠിതമായി ശക്തിപ്പെടും. തത്വാധിഷ്ഠിതമായി ശക്തിപ്പെട്ടാൽ BJPക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. പക്ഷെ പ്രാക്ടിക്കലായിട്ടാണ് പാർട്ടി കൂടുതൽ പോകുന്നതെങ്കിൽ BJP അവിടെ സ്കോപ്പുണ്ട്. രാജേന്ദ്രൻ ഒഴിച്ചു നിർത്തിയ പ്രത്യേകിച്ച് നമ്മളാരെയും കാണുന്നില്ല. പക്ഷെ ആളുകളുണ്ട്, വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ. പക്ഷെ അവർക്ക് BJP അവരുടെ ഓപ്ഷൻ അല്ല. അവരൊക്കെ രാഷ്ട്രീയമായിട്ട് എന്താ പറയുക ന്യൂട്രലായി നിൽക്കാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ CPM ആയിട്ട് അവർക്ക് നേരിട്ട് അങ്ങനെ ഒത്തുപോകാൻ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം അഭിവൻ ഈ കേസ് തന്നെ നിങ്ങൾ നോക്കൂ. സിദ്ധാർത്ഥിന്റെ കേസ് തന്നെ പലരും ഡിഫെൻഡ് ചെയ്യാനേ വലിയൊരു താല്പര്യമില്ല. ആരും വരുന്നുമില്ല, അവരൊന്നും പറയുന്നില്ല. ഈ പറയുന്ന കണ്ണും അടച്ച് പാർട്ടി ആയിരിക്കുന്നവർ വരെ പലരും പാർട്ടിക്കാരൊന്നും അല്ല എങ്കിൽ പോലും അവർക്ക് വരെ എന്താണ് ഈ പാർട്ടിയുടെ സാധാരണ ആളുകളുടെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് അവർ നിശബ്ദരാകുകയാണ്. അല്ലെ അവർ പാർട്ടിക്കാരായി ചീത്തയൊക്കെ അറിയാം. എന്ത് തോന്നിയാസം കാണിച്ച് അതിനെ ന്യായീകരിക്കുക എന്നുള്ള ലൈനൊക്കെ പണ്ടായിരുന്നു. അതൊരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറ എന്തിനു ന്യായീകരിക്കാം. പക്ഷെ പ്രത്യയശാസ്ത്രപരം അടുത്തതല്ലെങ്കിൽ എന്തിനു ന്യായീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല. പഴയ ജനറേഷൻ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെയും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പലരും ഡിസാറ്റിസ്ഫൈഡ് ആണ്, അത് സത്യമാണ്. പല പ്രശ്നങ്ങളും ഉണ്ട്. അത് പാർലമെന്ററി വ്യാമോഹം എന്നല്ല പ്രശ്നം. കാരണം പാർട്ടി ശ്രേണിയിൽ ഒതുക്കപ്പെടുന്നുള്ള ഫീലൊക്കെ ഉള്ള പല ആളുകളുണ്ട്. ഒരു കാരണമില്ലാതെ ഒതുക്കപ്പെട്ടു, അല്ലെങ്കിൽ ചില പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഒതുക്കാനാണ് എന്നൊക്കെ കരുതുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. CPMകാർ BJPയിൽ പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് പണ്ടത്തെ ആദർശാത്മക രാഷ്ട്രീയമൊന്നുമല്ല. ആദർശാത്മകമായ രാഷ്ട്രീയമാണെങ്കിൽ ഈ വീണ ജോർജ് കർത്താവിന്റെ പേരിൽ ചർച്ച എടുക്കുകയും പ്രതിജ്ഞ എടുക്കുകയും സത്യപ്രതിജ്ഞ എടുക്കുകയും KM മാണി സഭയോടൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ കാര്യം CPMലേക്ക് വരികയൊന്നും ചെയ്യില്ല. LDFലേക്ക് വരികയൊന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഏറ്റവും മുസ്ലിംസിന് ഏറ്റവും കൺസർവേറ്റീവ് വിഭാഗമായിട്ടുള്ള EK സുന്നികൾ ആയിട്ടാണ് പിണറായി വിജയന് മുസ്ലിംസിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അപ്പൊ ഈ ഒരു പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മൾ നോക്കുമ്പോൾ CPM സ്ഥാനം കിട്ടാത്തവർ, അവഗണിക്കപ്പെട്ടു എന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ പഴയ VSന്റെ കൂടെ നിന്നിട്ട് ഒന്നുമല്ലാതെ ആയിപ്പോയവർ, ഇവരെല്ലാം പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് ഒരു സാഹചര്യം വന്നാൽ, ഉദാഹരണമായിട്ട് സുരേഷ് ഗോപി തവണ ജയിക്കുന്നു, നിയമസഭയിൽ BJPന്റെ പ്രോസ്പെക്ട്സ് ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ അങ്ങോട്ട്. ഇപ്പൊ തന്നെ രാജേന്ദ്രൻ പോകുമെന്ന് പറയുന്നിട്ട് രാജേന്ദ്രൻ പിടിച്ചു നിർത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് രാജേന്ദ്രൻ ഇപ്പോഴാണ് വില വന്നത്. BJP എന്ന് പറഞ്ഞിട്ട് പലരും ഈ പറയുന്ന കോൺഗ്രസിനെയും CPMനെയൊക്കെ പല നേതാക്കന്മാരും എന്താണ് പേടിപ്പിച്ച് നിർത്താനും സാധ്യതയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകും, അതുകൊണ്ട് അല്ല ഞങ്ങളുടെ കാര്യം ചെയ്തു തരും. ഇതാണല്ലോ രാജേന്ദ്രൻ ചെയ്തത്. രാജേന്ദ്രൻ അവരൊക്കെ അവഗണിച്ചിട്ടായിരുന്നു. രാജേന്ദ്രൻ BJP പോകുന്ന പറയുമ്പോൾ എല്ലാവരും സടകുടഞ്ഞ് എണീറ്റിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആദർശം എന്ന് പറയുന്ന സാധനം തന്നെ മുന്നോട്ട് വെച്ച് തത്വാധിഷ്ഠിത രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ആ രീതിയിൽ നിൽക്കണമായിരുന്നു. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഇപ്പൊ തത്വാധിഷ്ഠിതമായി നിൽക്കുന്നില്ല. തത്വാധിഷ്ഠിതമായി നിന്നിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ കമ്മിറ്റിയുള്ള ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് ഒരു കാരണവശാലും തിരിച്ച് അവരെ ഒന്നും പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് എടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കേണ്ടിയിരുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഓഫീസ് തല്ലി തകർത്ത ടീമാണ്. ആ തല്ലി തകർത്ത ടീമിന് എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്ത ഈ ഒരു കാര്യത്തിന് പരിസ്ഥിതിയായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി അതിലും തോളാണുള്ളത്. എന്നിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് അവരെ പുറത്താക്കിയിട്ട് അവരെ തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്ത് ജില്ലാ കമ്മിറ്റിന്റെ അണ്ടറിലാണ് സിദ്ധാർത്ഥിന്റെ ഈ പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കാണിക്കണം. അതൊന്നും കാണിക്കുന്നില്ലല്ലോ. അവിടെ പോയിട്ട് ഗഗാവിനൊക്കെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്ന രീതിയിലല്ലേ സംസാരിച്ചത്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജയിക്കാൻ സാധ്യതയുണ്ട്.
സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ പലരും ഈ പറയുന്നതിനെ മാതിരി ഇപ്പൊ നമ്മളെയൊക്കെ സംഗീത കളി, നമ്മള് സംഖ്യയായിട്ടൊന്നുമല്ല, നമ്മള് അയാളെ മൂത്രി പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഇവന്മാര് തലയില് മുണ്ട് ഇട്ട് വിടാതെ പ്രകാശ അവതരണ കാണാൻ പോയിട്ട് ക്യൂ വെക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും.